എന്ത് തരത്തിലാടി വേണ്ടി ഇങ്ങോട്ട് കയറി വന്നത്? നാട്ടുകാരും ബന്ധുക്കളെ മുമ്പിൽ വെച്ച് ഞങ്ങളെ മാനം കെടുത്തി കണ്ടവന്റെ കൂടെ ഇറങ്ങി പോയല്ലേ നീ? എന്നിട്ടിപ്പോ കയറി വന്നിരിക്കുന്ന അനിയത്തിയുടെ കല്യാണം കൂടാൻ. നിനക്ക് അച്ഛനും അമ്മയും കൂടെ പുറപ്പും ഒന്നുമില്ല. ഇറങ്ങി വിടുന്നത് എന്തുപറ്റി? ഇന്ന് സ്വപ്നം വല്ലതും കണ്ട? അമ്മൂന്റെ കല്യാണ കാര്യം അറിഞ്ഞപ്പോഴും ഞാൻ വിചാരിച്ചു, ഇപ്പൊ എത്ര നാളായി, നിനക്കൊന്ന് പാച്ചപ്പ് ആയിക്കൂടെ? എടി സത്യം പറഞ്ഞാൽ എനിക്ക് വരെ നന്നായിട്ട് മിസ് ചെയ്യണുണ്ട്. അമ്മൂന്റെ കല്യാണം കൂടെ ഉറപ്പിച്ചെന്ന് പറയുമ്പോൾ പ്രത്യേകിച്ചു. പക്ഷേ ശ്രേയ എപ്പോ വന്നു? ഞങ്ങളിപ്പോ വന്നേ ഉള്ളൂ ഏട്ടാ. ഞാൻ കുറച്ച് തിരക്കില്ല കേട്ടോ, നിങ്ങൾ സംസാരിച്ചിരിക്കേ. സരിൻ ചേട്ടനെ കൊണ്ട് എങ്ങനെയെങ്കിലും പറഞ്ഞ് സോൾവ് ചെയ്യിപ്പിച്ചൂടെ? ബെസ്റ്റ്. നീ ഇപ്പൊ തന്നെ കണ്ടില്ലേ, പുള്ളിക്ക് ഓഫീസിലെ തിരക്ക് കഴിഞ്ഞിട്ട് എൻ്റെ അടുത്തൊന്നും മിണ്ടാൻ പോലും സമയമില്ല. എടി നീ ഒന്ന് പറഞ്ഞു നോക്ക്. അല്ല, അമ്മൂന്റെ കല്യാണം അടുത്ത മാസമല്ലേ, എനിക്ക് എല്ലാവരും ഒന്ന് കാണണമെന്നുണ്ടായിരുന്നു. എന്തിന്? അവർക്ക് ആ ചിന്തയൊന്നുമില്ലല്ലോ. എടി, ഈ ലോകത്ത് ആദ്യമായിട്ട് പ്രണയിച്ച് കല്യാണം കഴിച്ച നമ്മളൊന്നുമില്ലല്ലോ. അന്ന് അവരെന്തൊക്കെ പൂല ഉണ്ടാക്കിയേ, നീ എല്ലാം മറന്ന? അല്ല, അതുകൊണ്ടല്ല, എനിക്ക് വീടും എല്ലാവരും ഞാൻ മിസ് ചെയ്യുന്നുണ്ട്. നിനക്ക് ഈ എല്ലാവരും മിസ് ചെയ്യാനായിട്ട് എന്ത് കുറവാണ് ഞാൻ ഇവിടെ വരുത്തിയിട്ടുള്ളത്? നമ്മൾ ലൈഫ് സ്റ്റാർട്ട് ചെയ്തതിനേക്കാളും നല്ല പൊസിഷനിലല്ലേ ഇപ്പോൾ ഉള്ളത്. നീ കൂടുതൽ ഒരു നാലേക്ക് കിടക്കാൻ നോക്കിയേ. ഹലോ, പറയടാ. ഹാപ്പി ആനിവേഴ്സറി. താങ്ക് യു. ആനിവേഴ്സറി എന്താണ് പരിപാടി? ഓ, എന്ത് പരിപാടി, ഞാൻ ഇവിടെ ഓഫീസിലാണ്. അപ്പൊ സരിൻ ചേട്ടനോ? പുള്ളി വീട്ടിലുണ്ട്, വർക്ക് ഫ്രം ഹോമാ. ഓഹോ, അപ്പൊ ആനിവേഴ്സറി ആയിട്ട് കാര്യമായിട്ട് നിനക്ക് എന്തോ സർപ്രൈസ് പ്ലാൻ ചെയ്യുന്നുണ്ട് വീട്ടില്? ആയിരിക്കും അല്ലേ? പിന്നല്ലാതെ. 6 മണിക്ക് വരും എന്ന് പറഞ്ഞിട്ട് നേരത്തെ എത്തിയാ? അതെ, ഇന്നത്തെ ദിവസം എന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ? പ്രത്യേകതയോ? എന്ത് പ്രത്യേകത? ഇന്ന് നമ്മുടെ വെഡിങ് ആനിവേഴ്സറി അല്ലേ? അയ്യോ, ഞാൻ മറന്നുപോയി. നീ ഒരു കാര്യം ചെയ്യും, നീ പെട്ടെന്ന് റെഡി ആയിട്ട് വാ, നമുക്കിന്ന് പുറത്തു പോയി കഴിക്കാം. കയറി വരുമ്പോൾ എന്തെങ്കിലും സർപ്രൈസ് ഒക്കെ ഒരുക്കി വെച്ചേക്കെന്ന് വിചാരിച്ചാൽ ഞാൻ വെറും വണ്ടി. നീ ചുമ്മാ ചൂടാവല്ലേ, നീ പോയി റെഡി ആയിട്ട് വാ. നീ കേക്ക് വല്ലതും ഓർഡർ ചെയ്താ? ഓ, ഇനി അത് ഞാൻ ചെയ്യണമായിരുന്നല്ലേ? പിന്നെ ആരാ നോക്കിയേ? ഹലോ, വെഡിങ് ആനിവേഴ്സറി ആയിട്ട് ഈ സർപ്രൈസ് മതിയാവോ? അച്ഛാ, അമ്മ കയറി വാ. എന്റെ മക്കളെവിടെ? അമ്മ അവളെ മോളുണ്ട്, വാ.